പറയുന്ന ഈ ഒരു പന്ന സ്ത്രീക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇവരെ ഫോട്ടോ നെറ്റിൽ സിന്ദൂരമൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. എന്തോ കണ്ടിട്ടാ ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അവളെ മോന്ത കണ്ടാ ഭിത്തി പിടിച്ച് ഉരയ്ക്കാൻ തോന്നും. എല്ലാവർക്കും നമസ്കാരം. ജീവമാതാ കാരുണ്യ ഭവൻ ആരും മറന്നിട്ടുണ്ടാവില്ല. അവിടെ ഉണ്ടായിട്ടുള്ള കോൺട്രവേഴ്സി ആരും മറന്നിട്ടുണ്ടാവില്ല. അതായത് പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയെ അവിടുത്തെ വിഷ്ണു എന്ന് പറയുന്നവൻ, അനാമിക എന്ന് പറയുന്ന കുട്ടിയെ പ്രഗ്നന്റ് ആക്കിയതും അതുമായി റിലേറ്റ് ചെയ്തിട്ട് കേസുകളും കാര്യങ്ങളൊക്കെ വന്നത് എല്ലാവരും അറിഞ്ഞൊരു കേസാണ്. ഓക്കെ, അതിനുശേഷം അവർ രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നു. ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല, ജീവിക്കുന്നതല്ല. അവൻ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളും ആ പേക്കൂത്തുകളും ഒന്നും ഒരിക്കലും ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ റീസെന്റ് അവിടെ അനാമിക എന്ന് പറയുന്ന ആ കുട്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയില് ആ കുട്ടിയുടെ കൊച്ചിനെ പറ്റിയിട്ട് പച്ച അപരാധം പറയുന്ന നമ്മുടെ റാണിയൊക്കെയാണ് രംഗത്ത്. റാണിയൊക്കെ അങ്ങനെ പെട്ടെന്ന് ആരും മറക്കത്തില്ല. വി ആർ ഇൻ ലവ്, അതുപോലെ തന്നെ നമ്മുടെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ദീപ്തി സീതത്തോട്, ഇവരെയൊക്കെ പോയിട്ട് പച്ചത്തെറി വിളിക്കുന്ന അല്ലെ പച്ച ആഭാസം പറയുന്ന റാണിയൊക്കെ മാനസികമായിട്ട് എന്തോ പ്രശ്നമുള്ളത് പോലെയാണ് അവരുടെ ഓരോ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേസ് കൊടുത്തും അതുപോലെ വി ആർ ഇൻ ലവില് അമല് അവരുടെ വീട്ടിലോട്ട് പോയി പല ഇഷ്യൂസും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിപ്പം അക്ക വീണ്ടും രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം നേരെ പിടിച്ചിട്ടുള്ളത് ഈ ജീവമാതയിലുള്ള നമ്മുടെ അനാമികയാണ് പിടിച്ചിട്ടുള്ളത്. ഓക്കെ, ഞാൻ അവരാരെയും സപ്പോർട്ട് ചെയ്യത്തില്ല, അവരുടെ ആ ഒരു കാര്യങ്ങളൊന്നും എല്ലാം വിമർശിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആ കുട്ടിക്ക് ഒരു കൊച്ചുണ്ട്, ഒരു കുഞ്ഞൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനടക്കം പച്ച അപരാധം പറഞ്ഞ ഈ പരട്ടത്തള്ളയെ വലിച്ചു കയറി ചവരി ഒട്ടിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇവർക്കെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ട് കേസ് കൊടുത്ത് അവർക്ക് പോക്സോ വകുപ്പ് എടുത്ത് ഇട്ടുകൊടുത്ത് അണ്ണാക്കി കൊടുത്ത് മടക്കി അവിടെ ഇരുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സീരിയസ്ലി ഇതുപോലത്തെ വൃത്തികെട്ട സാധനങ്ങളെ വെറുതെ വിടാൻ പാടില്ല. ഇതൊക്കെ ഏത് കോത്താഴ്ത്തൊന്ന് വരുന്നതെന്ന് നമുക്ക് ചോദിക്കേണ്ട സിറ്റുവേഷനിലോട്ട് പോകും. അമ്മച്ചിക്ക് വയസ്സാകാൻ കാലത്ത് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്ന് എവിടെയെങ്കിലും ഇരുന്ന് കഞ്ഞിയും കുടിച്ചുകൊണ്ട് ഇരിക്കണമെന്നില്ല. അമ്മച്ചിക്ക് കൂന്തളിപ്പിന്റെ തിളപ്പം കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. കമന്റ് ഓളി സകലമായ സ്ഥലങ്ങളിലും പോയിട്ട് പച്ച അപരാധം കമന്റ് പടച്ചിടും. ഇതാണ് അമ്മച്ചിയുടെ മെയിൻ സ്ട്രീം പരിപാടി. ഓക്കെ, എന്തായാലും അനാമിക പറ. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ണിമോളുമായിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് വന്നൊരു കമന്റ് ഞാൻ വായിക്കാം. പിഴച്ചു നടന്ന നിന്റെ കൊച്ചല്ലേ, അതും ലോക പിഴ ജന്മമായിരിക്കും. പിഴച്ചു നടന്ന നിന്റെ കൊച്ചല്ലേ, അതും ലോക പിഴ ജന്മമായിരിക്കും എന്ന് റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഒരു പെണ്ണുപിള്ള ഇട്ട മെസ്സേജാണ്. അവരെ പെണ്ണുപിള്ള ഈ ലോകത്ത് എത്രയോ ഇടിയും മിന്നലും കാറ്റും കൊടുങ്കാറ്റുമൊക്കെ വെറുതെ പാഴായി പോന്നു. ഏതെങ്കിലും ഒന്നോ രണ്ടോ കാറ്റും ഇടിയും മിന്നലും കൊടുങ്കാറ്റും ഇതിന്റെയൊക്കെ നെഞ്ചത്ത് പോയി വീഴുന്നില്ലല്ലോ ഈ റാണിയക്കനെ പോലുള്ളതിന്റെ ഒക്കെ. ഇതൊക്കെ എവിടെ നടാ വരുന്നത് കുറ്റിയും പറിച്ചുകൊണ്ട്? നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ അമ്മച്ചി? അതില്ലെന്ന് മനസ്സിലായി. സീരിയസ് അല്ലെങ്കിലും വീണ്ടും റിപ്പീറ്റ്ലി ചോദിക്കാണ്, നാണോ മാനോ ഉണ്ടാവും ഒരു കുഞ്ഞിനെ ഇമാതിരി പോക്കൃത്തനം പറയാനായിട്ട്? നിങ്ങൾക്ക് എന്തുവാ ഇത് എവിടെന്നാ നിങ്ങൾ? എനിക്ക് ചൊറിഞ്ഞു വേണം. ഇതൊന്നും പട്ടിയുടെ വാല് കുഴൽ കെട്ടിയാലും കുഴൽ വളഞ്ഞു പോകുന്ന പറയുന്ന ടീമിലുള്ള സാധനങ്ങളാണ്. ഇതിനെയൊക്കെ പറഞ്ഞു നന്നാക്കുന്നത് നടക്കുന്ന ഒരു നടപടിയല്ല. അമലൊക്കെ ഒരിക്കൽ വീട്ടിൽ പോയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അന്ന് വായിൽ അമ്പളങ്ങ ഒഴുങ്ങിയ പോലെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ ഇതിന്റെ വീട്ടിൽ പോയിട്ട് മടൽ വെട്ടി അടിച്ച് പിടിച്ചകത്തിട്ട് കേസ് കൊടുത്ത് വകുപ്പ് വിട്ട് എടുത്ത് അകത്തിടണം. ഇതിന്റെ പേരിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം വകുപ്പാണ് ഈ വകുപ്പ്. എന്നാൽ കുഞ്ഞിനാണ് പറഞ്ഞിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ അനാമിക അത് നിങ്ങൾ കേസായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ അമ്മച്ചി പരട്ട തള്ളച്ചി കുറച്ചൊന്ന് വെള്ളം കുടിക്കാനുള്ള വകുപ്പ് അതിലുണ്ട്. ഇപ്പൊ ഈ വീഡിയോ ചെയ്തിടുമ്പോഴത്തേക്ക് ഒത്തിരി പേര് വന്നിട്ട് പറയുമായിരിക്കും, അയ്യോ എന്തോരു അഹങ്കാരം ഈ കൊച്ചിന്, അഹങ്കാരം തലയ്ക്ക് പിടിച്ചേക്കുവാണ് എന്നൊക്കെ പറയുന്നവർ പറഞ്ഞു. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. നിങ്ങളെ വീട്ടിൽ നിങ്ങളെ മക്കളുണ്ട്. ആ ജനിച്ച കൊച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ചിന്തിച്ചിട്ട് വേണം അഹങ്കാരമാണ് അതെന്ന് പറഞ്ഞ് കമന്റ് ഇടാൻ. ശിവനെന്ന് പറയുന്ന ആന്റി, എന്റെ പുന്നാര ആന്റി, ആരാണ് പിഴച്ചതെന്ന് നീ ഈ കമന്റ് ഇട്ടപ്പോ തന്നെ എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി. നിന്റെ കൂടെ ഭർത്താവോ മക്കളോ ഇല്ലാത്തതിന്റെ അത് തന്നെയാണ് ഞാനിപ്പോൾ അന്തസ്സായിട്ട് എൻ്റെ കെട്ടിയവനൊപ്പത്ത് എൻ്റെ കൊച്ചു എൻ്റെ കെട്ടിയവൻ്റെ വീട്ടുകാരും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ടുള്ള അസൂയ. ഇത് സീരിയസ്ലി ഇതിപ്പോ ഈ അനാമിക എന്ന് പറയുന്ന ഇവർക്കെതിരെ ഒരുപാട് കമന്റ്സ് വരും നെഗറ്റീവായിട്ട്. ഞാൻ ഒരു തരത്തിൽ ഇവരെ ആരെയും സപ്പോർട്ട് ചെയ്യത്തില്ല, ഇപ്പോഴും സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം അന്ന് കാണിച്ചു കൂട്ടിയതും അവിടെ നടന്നിട്ടുള്ള പ്രവൃത്തികളും ഇവരുടെ അനാഥാലയത്തിലൊക്കെ നടന്നിട്ടുള്ള പേക്കൂത്തുകൾ അടക്കം നമ്മൾ എക്സ്പോസ് ചെയ്തതാണ്. ഇവരെ ഒരു രീതിയിലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. പക്ഷെ ആ കുട്ടി എന്ത് കഴിച്ചു? ആ കുട്ടി എന്തിനാണ് ഈ പരട്ട തള്ളച്ചു പോയിട്ട് ഇങ്ങനെ പറയുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് എന്തിന്റെ ഫ്രസ്ട്രേഷൻ ആണ്? എനിക്കറിയാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും കടി പാടില്ല, മനുഷ്യന്മാരായ ഇത്രയും കടി പാടില്ല. ഇതൊരുമാതിരി നിന്നൊക്കെ പിടിച്ച് വല്ല കലത്തിന്റെ അകത്തും അടച്ചിരുന്നു. വയസ്സാം കാലത്ത് പറട്ട തള്ളച്ചി മാറി ഇറങ്ങിക്കോളും.
കൊണ ഉണ്ടാക്കാനായിട്ട്. ഇതൊക്കെ എവിടെ എത്ര ഇടിമിന്നലും വേസ്റ്റ് ആയിട്ട് പോകുന്നു. ഇതൊന്നും പോകത്തില്ല. അതല്ലെങ്കിൽ അങ്ങനെ തന്നെ കാലന് വേണ്ട, ആവശ്യമില്ലാത്തതിന് ഇതിനെയൊക്കെ അങ്ങോട്ടെടുത്തുണ്ടായാൽ കാലന് മെനക്കേടാവും, കാലന് മറ്റേ കഞ്ഞി വെച്ച അവസ്ഥയാവും. പോട്ട് മനസ്സിലായി. പക്ഷേ ഇത് നിന്റെ ലാസ്റ്റിലത്തെ മാണിഞ്ഞ ഒരു വട്ടവും കൂടെ ഇമ്മാതിരി വൃത്തികെട്ട രീതിയിലുള്ള കമന്റ് എന്റെ കൊച്ചിനെ പറ്റി പറഞ്ഞുകൊണ്ട് എന്റെ അക്കൗണ്ടിൽ ഞാനിടുന്ന വീഡിയോയ്ക്ക് പ്രതികരിച്ചാൽ പൊന്നുമോളെ ചൈൽഡ് പ്രൊട്ടക്ഷനിൽ ഞാനൊരു പരാതി അങ്ങ് കൊടുക്കും. പിന്നെ നീ അകത്ത് പോയി കിടക്കും. നിനക്ക് ആ വക പറഞ്ഞുകൂടാത്തോണ്ടാ. ഈ പറട്ടച്ചിക്കൊന്നും ഒരിക്കലും വാണിംഗ് കൊടുക്കരുത്. ഇതിനെയൊക്കെ പിടിച്ച് അകത്തിടാനുള്ള വകുപ്പുണ്ടാക്കുക, ഇതിനൊക്കെതിരെ കേസ് കൊടുക്കുക. അതേ പറയാനുള്ളൂ, അതേ ചെയ്യാവൂ. അല്ലാണ്ട് ഇതിനൊന്നും വാണിംഗ് കൊടുത്തു വിടേണ്ടല്ലോ. ആ കൊച്ചുകൊച്ചിനെയൊക്കെ പറയണമെങ്കിൽ ഇതൊക്കെ എന്ത് അപരാധ മെന്റാലിറ്റിയാണ്. ഇനി മാനസികമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. പല സകലമാന വീഡിയോസിലും പോയിട്ട് നെഗറ്റീവ് കമന്റ്സ് ഇടും. നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയിൽ നമുക്ക് അഭിപ്രായം പറയാം. പക്ഷെ ഈ കൊച്ചൊക്കെ എന്ത് കഴിച്ച് ആ കൊച്ച് ഇവക്ക് മറ്റെന്തെങ്കിലും കൊടുക്കാണ്ടോ? ഇല്ലല്ലേ. ആ കുട്ടിയൊക്കെ എന്ന് പറയണമെങ്കിൽ ഇവളെയൊക്കെ മെന്റാലിറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. വൃത്തികെട്ട സാധനങ്ങൾ, ഇടിയും മിന്നലും ഇപ്പൊ പൊട്ടമ്മസും വെറുതെ നടക്കുന്നു. ഏതെങ്കിലുമൊക്കെ ഒന്ന് തലവഴിഞ്ഞേ തീരുവായിരുന്നു ഈ പ്രശ്നം. പിന്നെ ഞാൻ സ്റ്റേഷനിൽ കയറ്റാൻ വേണ്ടി എന്ത് വേണോ ചെയ്യും. കാരണം ഇച്ചിരി പോകുന്ന കൊച്ചിരിയാണ് നീ ഇമാതിരി ഭാഷ ഉപയോഗിച്ച് പറഞ്ഞേക്കുന്നേ. എന്നിട്ട് അത് തെറ്റാന്ന് മാളു, ദേവു, ലത എന്ന് പറയുന്നവരെല്ലാരും വന്ന് അതിന് റിപ്ലൈ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവള് മാളു ദേവു എന്ന് പറയുന്ന ആൾക്ക് ചീത്ത വിളിച്ചേക്കുന്നത്. എടി കുറച്ചെങ്കിലും നിനക്ക് ഉളുപ്പുണ്ടോടി, നിനക്ക് മക്കളില്ലാത്തോണ്ട് ഉള്ള കുശുമ്പും കുഞ്ഞായ്മയും. ഇത് കുശുമ്പും കുശായ്മയും മറ്റേ കിണ്ടിയൊന്നുമില്ല. ഇതിന് വയ്യേ, ഇതിനെന്തോ ഫ്രസ്ട്രേഷനാണ്. ഇങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ മുതലേ കടി തുടങ്ങും, ഉറക്കണീറ്റ് അപ്പ കടി തുടങ്ങും. ആരെങ്കിലും നെഞ്ചത്തോണ്ട് തീർത്തില്ലെങ്കിൽ ആ കടി തീരില്ല. അങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചൊറിഞ്ഞിരിക്കും. ഇതൊക്കെ സീരിയസ്ലി എന്തൊക്കെയോ ഡിസാസ്റ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഇതുപോലത്തെ ഒന്നും ആരും എടുത്തോണ്ട് പോകുന്നുമില്ല. എന്തിനോ ഈ ഭൂമിക്ക് ഭാരമായിട്ട് ഇങ്ങനെ നടക്കുന്നു. കാലിന് പോലും വേണ്ടാതെ കിടക്കുക. ഞാൻ ഉള്ള കാര്യം പറയുന്നത്. വളരെ വൃത്തികെട്ട രീതിയിലാണ് ഇവർ കമന്റ് ചെയ്യുന്നത്. എന്നെയും വന്ന് പല അപരാധവും തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ പിന്നെ വോട്ട് പുല്ല് മൈൻഡ് ചെയ്യാതെ ഇടും. പക്ഷെ ഈ കുട്ടിയൊക്കെ ഇങ്ങനെ പറയണമെങ്കിൽ ഇവരെ വിമർശിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. എനിക്കത് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. കാരണം ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. ഇവരെ ഭാഗത്തൊന്നും ഒരു ശരിയില്ല. ഈ ജീവമാതാ കാരുണ്യമല്ല, അവരെല്ലാം ഫേക്കാണ്. എല്ലാം ലിറ്ററലി ഫേക്കാണ്. എല്ലാം ഫേക്കാണ്. ഒന്നൊന്നര ഉടായ്പകളാണ്. പക്ഷെ ഈ കുട്ടിയൊക്കെ പറയണം, കൊച്ചു കുഞ്ഞിനൊക്കെ എന്ത് മെന്റാലിറ്റി ആണെന്ന് അപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച്. വൃത്തിയിട്ട സാധനങ്ങൾ കാറ്റിനും മഴയ്ക്കും വേണ്ടാതെ കിടക്കുന്നു ജീവിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ജീവനെ പോലെ സ്നേഹിക്കുന്നതാണ് എൻ്റെ ചോരയിലുള്ള എൻ്റെ കൊച്ച്. ആ കൊച്ചിനെ ഇമാതിരി സംസാരിക്കുമ്പം ഇത്രയൊക്കെ മര്യാദയെ ഞാൻ തന്നു, ഇത്രയെങ്കിലും മര്യാദ ഞാൻ തന്നു. ഇതിനപ്പുറം എനിക്ക് പറയാറുണ്ട്. പിന്നെ ആന്റീന്നോ അവരെന്നോ ഇവരൊന്നും അല്ല വിളിക്കേണ്ടത്, വേറെ ഭാഷയാണ് വിളിക്കേണ്ടത്. പക്ഷെ നീ എൻ്റെ ഒത്തിരി പ്രായത്തിന് മൂത്തതായതുകൊണ്ട് ഞാൻ വിളിക്കുന്നില്ല. അപ്പം ഇത്രയും തരം താഴ്ന്ന് സംസാരിച്ചത് നീ ഒറ്റ ഒരുത്തിക്ക് വേണ്ടിയാണ്. റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഈ ഒരു പന്ന സ്ത്രീക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇവരുടെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അപ്പം അവരെ വീട്ടിൻ്റെ അടുത്തുള്ളവരോ ആരെങ്കിലും കാണുന്നെങ്കിൽ അവരെ സ്വഭാവം ഇതാണെന്ന് മനസ്സിലാക്കിക്കോ. അറിയായിരിക്കും. പിന്നെ ഇങ്ങനെ ഒരു വീഡിയോയും കൂടി ഇടണം തോന്നി. 10 പേര് അറിയണമല്ലോ അവരെ കോണം എങ്ങനെയാന്ന്. നെറ്റിൽ സിന്ദൂരമൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. എന്തോ കണ്ടിട്ടാ ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അവളെ മോന്ത കണ്ടാ ഭിത്തി പിടിച്ച് ഉരയ്ക്കാൻ തോന്നും. എൻ്റെന്ന് ഒത്തിരി പ്രായമുള്ളവരെ. പക്ഷെ അവൾക്ക് ഇത്ര പോലും മര്യാദ ഞാൻ കൊടുക്കരുത്. എൻ്റെ കൊച്ചിനെ പറഞ്ഞതിന് ഇത്ര പോലും മര്യാദ ഞാൻ കൊടുക്കരുത്. ഞങ്ങളെ പറയണമെങ്കിൽ പിന്നെയും പോട്ടെന്ന് വെക്കാം. അവള് പറഞ്ഞ വാക്ക് എത്രത്തോളം വൃത്തികെട്ടതാണെന്നറിയോ? ഞാൻ ഈ വീഡിയോന്റെ തുടക്കം മുതൽ അവസാനം വരെ ആ കമന്റും കൊടുക്കാം, അവളെ ഫോട്ടോയും കൊടുക്കാം. സീരിയസ്ലി ഞാൻ വീണ്ടും റിപ്പീറ്റില് പറയുന്നുണ്ട്, ഇവരെയൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ഈ ജീവമാതയിലുള്ള ആരെയും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം അതിന്റെയൊക്കെ അവിടെ നടന്നിട്ടുള്ള പ്രവൃത്തികളും എല്ലാ അപരാധങ്ങളും നമ്മളെല്ലാം കണ്ട് എക്സ്പോസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ആ കൊച്ചിനൊക്കെ പറയണമെങ്കിൽ ഈ പരട്ട തളച്ചി പിടിച്ച് ഷോക്ക് കൊടുക്കണം. ഉരച്ചിട്ട് 2 ഉരപ്പ് ഉരച്ചിട്ട് ഷോക്ക് കൊടുക്കണം. അതാണ് ചെയ്യാനുള്ളത്. അമ്മച്ചി, നിങ്ങൾക്ക് വയസ്സാം കാലത്ത് വല്ല വായ്ക്കരിക്കിടാൻ വേണ്ടി വെള്ള കഞ്ഞിയും കുടിച്ചോണ്ടിരുന്നാൽ പോരെ? എന്തിനാണ് ഇങ്ങനത്തെ പച്ച അപരാധമൊക്കെ വിളിച്ച് പറയുന്നത്? ഉളുപ്പ് തോന്നുന്നില്ലേ സ്വയം? വല്ല ചരിവത്തിന്റെ അകത്തും പോയി കമന്നിരി. ഇത് ചെയ്യാൻ എനിക്ക് പറയാനായിട്ടൊരു മോട്ടിവേഷനായിട്ട് നിങ്ങൾക്ക് തരാനുള്ളൂ. ഇങ്ങനെ ഓരോന്നൊക്കെ എവിടെന്നെങ്കിലും പടച്ചു വിട്ടോണ്ട് ഇറങ്ങിക്കോണം. ദൈവം ഇതൊന്നും കാണുന്നില്ലേ? എന്താണ് ദൈവം ഇതൊക്കെ കണ്ടിട്ട് ചിരിച്ചോണ്ടിരിക്കുന്ന? ഇവിടെ സോഷ്യൽ മീഡിയ ഈ ഗതിയിലായി. എന്തൊക്കെ പറയാനും എന്തൊക്കെ കേൾക്കാനും. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം. ഇതുപോലത്തെ കാട്ടപരാധങ്ങൾ പറയുന്നതിനൊക്കെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് പറ. എന്റെ അഭിപ്രായത്തിൽ ഇതിനെയൊക്കെ പിടിച്ച് ഉരച്ചിട്ട് 2 ഷോക്കും കുത്തി എടുത്ത് ഉണക്കായിടണം. അതാണ് ചെയ്യേണ്ടത്. പരാതികളല്ലാണ്ട് എന്നാ പറയാനാ. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.